ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. അച്ചമ്മ തൻ്റെ മുറിയിൽ ചെന്ന് എന്തൊക്കെയോ ഫയലുകൾ തപ്പുന്നതാണ് കാണിക്കുന്നത്. അതേസമയം രാധിക അങ്ങോട്ടേക്ക് വരുന്നു. അമ്മ എന്താ തപ്പുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അച്ചമ്മ തപ്പിക്കൊണ്ടേയിരിക്കുന്നു. ശേഖരൻ്റെ ഇൻഷുറൻസ് പേപ്പറാണോ അമ്മ തപ്പുന്നത്? അതെ, അത് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അതിപ്പോൾ കാണുന്നില്ല. അത് ഇവിടെ നിന്ന് ആരാ എടുത്ത് ഇൻഷുറൻസ് ഏജന്റിന് കൈമാറിയത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തതെന്ന് അച്ചമ്മ പറയുമ്പോൾ രാധിക പറയുകയാണ്, അത് ഞാനാ ചെയ്തതമ്മേ. ചില രഹസ്യങ്ങളൊക്കെ പുറത്തു വരാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ അത് ചെയ്തത്. എന്തിനാ രാധികെ നീ അങ്ങനെ ചെയ്യാൻ പോയത്? ആ ശേഖരൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അയാൾ വരുമ്പോൾ അയാളുടെ കയ്യിലേക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ ആ പേപ്പറുകളൊക്കെ സൂക്ഷിച്ചു വെച്ചത്. എങ്കിൽ അമ്മ അറിയാത്ത മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ശേഖരൻ എന്ന ശേഖർ ജയിലിൽ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് രാധിക. അയാള് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ വിവരം വിശാൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ വെച്ചേക്കില്ല, കൊന്നു കളയുമെന്ന് അച്ചമ്മ പറയുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക. അതേസമയം അതുവഴി പോയ ജാസ്മിൻ ഇവരുടെ സംഭാഷണമെല്ലാം മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറു ശേഖറിന്റെ മുറിയിലേക്ക് പോകുന്നതാണ്. അതേസമയം ബുക്കില് എന്തൊക്കെയോ എഴുതുകയായിരുന്നു ശേഖർ. ആ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാറു. തുടർന്ന് തൊണ്ട അനക്കിക്കൊണ്ട് പാറു അകത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ കണ്ണാടി എടുത്തു വെച്ച് വടിയും പിടിച്ച് ആരാ അത് ശേഖർ ചോദിക്കുന്നു. മുത്തശ്ശ, ഞാനാ പാർവതി. ഓ, മോളായിരുന്നോ? മുത്തശ്ശ, ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് മുത്തശ്ശൻ അറിയാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ ശേഖർ പറയുകയാണ്, ഈ കണ്ണ് കാണാത്ത എന്നോടാണോ മോളി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? തുടർന്ന് ശേഖറിന്റെ മുഖത്തെ കണ്ണാടി ഉരുമാറ്റിയിട്ട് പാറു പറയുകയാണ്, നിങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അന്ധത കാണിച്ച് എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ഞാനൊരിക്കലും നിങ്ങളിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്ക് കണ്ണു കാണാമെന്ന് ഇവിടെയുള്ളവരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെയും നിങ്ങളെയും ഒരുപോലെ ഇവിടെ നിന്ന് നാട് കടത്തുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് പാറു ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ് ശേഖർ. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും കൂടി ശേഖറിന്റെ കേസ് ഫയല് തിരയുന്നതാണ്. ശേഖറിന്റെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സമയമായിട്ടുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും. അയാള് ജയിലിൽ നിന്നിറങ്ങി എങ്ങോട്ടേക്ക് പോയി കാണുമെന്ന് അവർ തമ്മിൽ പരസ്പരം പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ജാസ്മിൻ വരികയാണ്. ഇവർ ആ ശേഖരനെ നന്നായി തന്നെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് രാധികാന്റിയാണ് ആ ഇൻഷുറൻസ് പേപ്പർ അയച്ചതെന്ന് അവരോട് ഇപ്പം പറയണ്ട, പകരം ആ ശേഖരനെ കുറിച്ച് പോയി ചോദിച്ചു നോക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ എന്താ വന്നത് എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അല്ല ആന്റി, ആരായി ശേഖരൻ? ശേഖരനാണ് ഗായത്രി ആന്റിയെ കൊന്നതെന്ന് വിശാൽ പറയുന്നുണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, അത് സത്യം തന്നെയാണ്. ആ ശേഖരനാണ് ഗായത്രി ചേച്ചിയെ കൊന്നത്. അയാള് ചേച്ചിയുടെ വലിയ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും രൂപയുടെ ഇൻഷുറൻസ് ഒക്കെ എടുത്തു കൊടുത്തത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഇത്രയും വിശ്വസ്തനായിരുന്ന ഒരാള് ഗായത്രി ആന്റിയെ കൊല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടാകും. അല്ലെങ്കിൽ തന്നെ എന്താകും ഈ കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടിവേഷൻ? ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഞെട്ടലോടെ നിൽക്കുകയാണ്. തുടർന്ന് പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, ഇവളിപ്പോൾ എന്തിനാ പഴയ കേസൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നത്? തുടർന്ന് പ്രഭാവതി ജാസ്മിനോട് പറയുകയാണ്, ജാസ്മിൻ, അതൊന്നും നീ അറിയേണ്ട ഒരു കാര്യവുമില്ല. കേസെല്ലാം കോടതിയിൽ തെളിഞ്ഞതുമാണ്. അതുകൂടാതെ അയാൾക്ക് ജീവപര്യന്തം ശിക്ഷയും കിട്ടിയതാണ്. നീയേ നിന്റെ കാര്യങ്ങൾ പോയി നോക്ക്. അത്രയും പറഞ്ഞ് ജാസ്മിനോട് പോകാൻ പറയുകയാണ് പ്രഭാവതി. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, ഇവർ ശേഖരനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്തോ ഒരു ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട്. അത് ഞാൻ എന്താണെങ്കിലും കണ്ടെത്തിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും ശേഖരനെയുമാണ്. എനിക്ക് എന്താണെങ്കിലും കാര്യങ്ങൾ അറിയണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പാറു. അതേസമയം പ്രഭാവതി തൻ്റെ ഡ്രോയിൽ നിന്നും ഒരു തോക്കെടുത്ത് പ്രതാപനോട് കൂടെ വരാൻ ആവശ്യപ്പെടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശേഖരനെയും പാറുവിനെയുമാണ്. ശേഖരൻ പറയുകയാണ്, ഒരു കുറ്റവും ചെയ്യാതെ ജയിൽ ശിക്ഷ അനുഭവിച്ചവനാ ഞാനല്ല ഗായത്രിയമ്മയെ കൊന്നത്, ആ പ്രഭാവതിയാണ്. ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ നിൽക്കുകയാണ്. അവര് ഗായത്രിയമ്മയെ കൊന്നിട്ട് ആ കുറ്റം എൻ്റെ മേൽ ചുമത്തുകയായിരുന്നു. എൻ്റെ നിരപരാധിത്വം എനിക്ക് കോടതിയിൽ പോലും തെളിയിക്കാൻ സാധിച്ചില്ല. അതേസമയം ആ തോക്കും കൊണ്ട് പ്രഭാവതിയും പ്രതാപനും ശേഖറിന്റെ അടുത്തേക്ക് വരുന്നു. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എന്നെ തകർക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതേടി, നിന്നെ തകർക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നതെന്ന് ശേഖർ പറയുമ്പോൾ ശേഖറിന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ് പ്രഭാവതി. തുടർന്ന് പാറു പെട്ടെന്ന് ഇടയിൽ കയറി നിൽക്കുകയും പാറു വെടിയേറ്റ് നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ശേഖർ ഇതൊക്കെ ഓർക്കുകയാണ്. സത്യങ്ങളൊന്നും മോളോട് പറയാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ എല്ലാം ഞാൻ പറയാമെന്ന് ശേഖർ പറയുന്നു. അതേസമയം പ്രഭാവതിയും പ്രതാപനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. നീ എന്താ ഇവിടെ നിന്ന് ചുറ്റി കറങ്ങുന്നതെന്ന് പാറുവിനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാൻ മുത്തശ്ശനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് പ്രഭാവതി പറയുന്നു. ഇവിടെ നിന്ന് അധികം ചുറ്റിത്തിരിയേണ്ട, പോകാൻ നോക്കാൻ പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുമ്പോൾ സമയമാകുമ്പോൾ രഹസ്യങ്ങളെല്ലാം ഞാൻ പറയാമെന്നും
ഇപ്പോൾ ഞാൻ സത്യങ്ങൾ പറഞ്ഞാൽ മോൾക്ക് താങ്ങാനാകില്ലെന്നും ശേഖർ പറയുന്നു. ഇത് കേൾക്കുന്ന പാറു സംശയത്തോടെ ശേഖറിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.